ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിരെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ഞങ്ങൾ വന്ന് കണ്ടോളാമെന്ന് നന്ദൻ പറയുന്നു. അങ്ങനെ അവരവിടെ നിറങ്ങാൻ നേരം നന്ദൻ ദേഷ്യത്തോടെ അവന്തികയോട് ചോദിക്കുകയാണ്, നിന്നോടിപ്പോ ആരാ പറഞ്ഞത് അവിടെ പൈസയുടെ കാര്യം പറയാൻ? നിന്റെ നാവിന് എല്ലില്ലെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് തന്നെ പറഞ്ഞത്. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദൻ അവിടുന്ന് പോകുമ്പോൾ ധനുഷ് പറയുകയാണ്, അതെ, അർച്ചന എന്തെങ്കിലും പറഞ്ഞ് അവൾ നിനക്കതിനുള്ള മറുപടിയും തന്ന് അവൾക്ക് കയ്യടി വാങ്ങിക്കൊടുക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ, അതെത്രയും പെട്ടെന്നങ്ങ് നിർത്തിക്കോ. അത്രയും പറഞ്ഞ് ധനുഷും അവിടെ നിന്ന് പോകുമ്പോൾ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ആതിരെ സമാധാനിപ്പിക്കുന്ന സന്ദീപിനെയാണ്. അതേസമയം സച്ചിയും അർച്ചനയും ആതിരയുടെ അടുത്തേക്ക് വരുന്നു. ഏട്ടത്തി ഏട്ടത്തി തന്നെ ഇവളോട് പറ സമാധാനമായിട്ടിരിക്കാൻ. തുടർന്ന് സച്ചി പറയുകയാണ്, എൻ്റെ ആതിരെ നീ വിഷമിക്കാതെ, സർജറിയൊക്കെ കഴിഞ്ഞു. ദേ ഇവര് അനൂപേട്ടനോട് സംസാരിക്കുകയും ചെയ്തു. സച്ചിയേട്ടൻ പറയുന്നതൊക്കെ ശരിയാ മോളെ, കുറച്ചു നാളത്തേക്ക് നടക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അല്ലാതെ അനൂപേട്ടന് യാതൊരു പ്രശ്നങ്ങളുമില്ല. റൂമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പോയി കാണാം. ഇത് കേൾക്കുന്ന ആതിരയ്ക്ക് സമാധാനമാവുകയാണ്. തുടർന്ന് ഓഫീസിലേക്ക് പോയിട്ട് വരാമെന്ന് സച്ചി പറയുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നെ വിളിച്ചോളാം. സച്ചിയേട്ടാ സൂക്ഷിച്ചു വേണം പോകാനും വരാനുമൊക്കെ. എനിക്കെന്തോ പേടി തോന്നുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ യാത്രയാക്കുകയാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുവിനും സച്ചിക്കും ആഹാരം വിളമ്പി കൊടുക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന സേതുവിനോട് പറയുകയാണ്, അല്ലച്ചാ, ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തില് ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തണോ? കുറച്ച് ദിവസത്തേക്ക് നീക്കി വെച്ചാലോ? മോളെ, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ധനുഷിന്റെ സഹോദരി ഭർത്താവിന് ജോലി സ്ഥലത്ത് വെച്ച് ഒരു അപകടമുണ്ടായത്. എല്ലിനൊക്കെ പൊട്ടലുണ്ടെന്നാ കേട്ടത്. ഇത് കേട്ടിട്ട് ഞാൻ വിവാഹം നീട്ടിവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ മംഗളകർമ്മങ്ങളൊന്നും അങ്ങനെ നീട്ടിവെക്കേണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ ഇക്കാര്യം അദ്ദേഹത്തിനോട് പറയുന്നത്? അതച്ചാ, പക്ഷേ സന്ദീപിന്റെ കാര്യം കൂടി നമുക്ക് നോക്കണ്ടേ? അവനും സ്നേഹയുടെ കല്യാണം കാണാൻ ആഗ്രഹമുണ്ടാകില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ, അതിനെന്താ മോനെ, അവൻ അവിടുന്ന് വരാൻ യാതൊരു തടസ്സവുമില്ലല്ലോ. പോരാത്തതിന് അവിടെ മാഷും കമലയും ഒക്കെ ഇല്ലേ എന്നും സേതു ചോദിക്കുന്നു. അതല്ലച്ചാ, സന്ദീപിനും ആതിരയ്ക്കും കുഞ്ഞിനും കൂടി സന്തോഷത്തോടെ വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിക്കുകയെങ്കിൽ അതല്ലേ നല്ലതെന്ന് സച്ചി ചോദിക്കുമ്പോ, ഞാൻ നന്ദനോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് സേതു പറയുന്നു. പിന്നെ അർച്ചന ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യം നന്ദനോടോ മറ്റുള്ളവരോടോ പറയണ്ട. അർച്ചനയ്ക്ക് ആദ്യം ഈ വിവാഹത്തില് എതിർപ്പായിരുന്നല്ലോ, അതുകൊണ്ടാണ് പറയുന്നതെന്നേ അവര് കരുതൂ. ശരിക്കും പറഞ്ഞാ ഞങ്ങളിപ്പോ ഈ വീട്ടില് അധികപ്പറ്റാണല്ലേ അച്ഛാ എന്ന് സച്ചി ചോദിക്കുന്നു. മോനെ, നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. ധനുഷ് തന്റെ കൂട്ടുകാരെ വിളിച്ച് വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അല്ല, നീ എന്താ ഈ അസമയത്ത് വിളിക്കുന്നതെന്ന് ധനുഷ് ചോദിക്കുമ്പോ, ഞാൻ എന്നെ വിളിക്കുന്നതിന് നേരവും കാലവും ഒക്കെ നോക്കണോ എന്ന് അവന്തിക ചോദിക്കുന്നു. നിന്റെ വിവാഹത്തിന് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ, അതിനു മുമ്പേ തന്നെ അവരെയും എന്തെങ്കിലും ചെയ്യണം. പക്ഷേ അർച്ചന എന്തെങ്കിലും ചെയ്താൽ ആരെങ്കിലും സംശയിക്കില്ലേ എന്ന് ധനുഷ് ചോദിക്കുമ്പോ, അതിന് നമ്മൾ അർച്ചനയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവൾക്ക് വേദനിക്കണമെങ്കിൽ അവളുടെ താലിക്ക് എന്തെങ്കിലും സംഭവിക്കണം. അതേസമയം അതിലെ വരുന്ന അനഘ അവന്തികയുടെ സംസാരം കേട്ട് മറഞ്ഞു നിൽക്കുകയാണ്. സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അർച്ചന എന്ന വൻമരത്തിന് അല്പം ഇളക്കമെങ്കിലും തട്ടു. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുമ്പോ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ, ഈ അപകടത്തിനെല്ലാം പിന്നിൽ തന്നെ അവന്തികയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആതിരയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലീഡിംഗ് ഉണ്ടാകാനും കാരണം അവന്തിക ഏട്ടത്തിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്തത് ആരാണെന്നോ അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും തന്നെ നമുക്കറിയില്ല. അതെല്ലാം ഓർത്തിട്ട് എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിൻ്റെ അടുത്തേക്ക് വരുന്ന ധനുഷിനെയും സ്നേഹയുമാണ്. രണ്ടുപേർക്കും എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് സേതു പറയുന്നു. അതേസമയം അർച്ചനയും അവന്തികയും സച്ചിയും കൂടി ഹാളിലേക്ക് വരികയാണ്. തുടർന്ന് സ്നേഹ പറയുകയാണ്, അതച്ചാ, ധനുഷ് ഇപ്പൊ പറയുന്നു ഇത്ര ധൃതിപ്പെട്ട് വിവാഹം നടത്തണോ എന്ന്. അതെന്താ മോനെ എന്ന് സേതു ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, അതച്ചാ, ഇപ്പോ ഇവിടെയുള്ള വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ ഹോസ്പിറ്റലിലുള്ളത്, അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചത്. ഇത് കേൾക്കുന്ന അർച്ചനയും സച്ചിയും സംശയത്തോടെ ധനുഷിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.